ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ക്ലാസ് ഇല്ല. ഇന്ന് ഞാനും എൻ്റെ കൂട്ടാനും കൂടി ഞണ്ട് പിടിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കായലാണ്. ചേട്ടനില്ല ഇന്ന്, ഞാനും ഇവരും കൂടിയാണ് ഇന്ന് പോകുന്നത്. നമ്മളപ്പോൾ കുറച്ചിങ്ങോട്ട് തുഴഞ്ഞ് വന്ന് നമുക്ക് അവിടെയാണ് നമ്മൾ പോയി ഇറങ്ങിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ കഴിഞ്ഞ അപ്പുറത്തായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ അടുത്ത ഇടാം. നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് നല്ല വെയിലാണ് ഗൈസ്. 10 മീറ്റർ മാറ്റി കുറച്ചങ്ങോട്ട് പോയിട്ടിടാം. നമ്മളിപ്പോൾ ഇവിടെ തണലത്ത് വെള്ളമൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയി ഇറങ്ങി നോക്കാം. ഇതിലൊന്നുമില്ല. കാറ്റ് പിടിക്കാൻ വേണ്ടി തുഴയാൻ പറ്റുന്നുണ്ട്. കുണക്കാച്ചി കിട്ടുന്നുണ്ടേ. ഒരു കുണക്കാച്ചി കണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുമില്ല, കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ കണ്ടിനാണ് കിട്ടിയത്. ആദ്യത്തെ വരെ ഒഴിച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകും. അകത്താട്ട് വെക്കോ, അകത്താട്ട് വെക്കോ. നമ്മളെ വീട് കാണിച്ചത്. ഒരു ചരവൻ ഞണ്ട് കിട്ടി. ഒരു ചരുവൻ. അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, അമ്മച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അമ്മ അച്ഛന് ശിവാനിയുണ്ട്. രണ്ടും ബക്കറ്റും പൊക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇങ്ങനെ. വലുതാ ഒന്നും കിട്ടിയില്ലേ. അപ്പോൾ ഗൈസ്, നമ്മളത് ഫുഡൊക്കെ കഴിച്ച് ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് കിഴക്ക് കായലിൻ്റെ അവിടെ പോകുമ്പോഴാണ് ആ കൂട്ടുകാരൻ പോയി. ഇപ്പം ഉള്ളത് ദിദിയുണ്ട്, ശിവാനിയുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടനെ എഴുന്നേറ്റ് ഉറക്കം കത്തിന്ന് നമ്മൾ പോയത് 2 റിങ്. ഇവിടെ നിന്ന് റിങ് എടുത്തത് നമ്മൾ കുറച്ച് ഫിഷിങ്ങിനായിട്ടൊക്കെ പോവുകയാണ്. ചൂണ്ടയൊക്കെ ഉണ്ട്. നമ്മൾ റിങ് ഇടാൻ പോണേണ്. നമ്മൾ ഇതിൻ്റെ സൈഡ് കൊള്ളിച്ചാൽ കിട്ടണം കായലില്ല. കാരണം ഇവിടെ കുഴപ്പമില്ല. ഇത് കല്ല് കെട്ടായത് കാരണമില്ലേ, ഇതിൻ്റെ സൈഡിൽ നമ്മൾ സൈഡ് കൊള്ളിച്ചിടാൻ പോകുന്നു. സൈഡിൽ എന്തുണ്ടാവും. നല്ല മഴക്കാറല്ലേ. മഴയുണ്ട്, എന്നാലും തുണിയൊക്കെ എടുത്ത് ഇത് കണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് നല്ല ജീവനുള്ള ചൂടൻ ചെമ്മീനും വള്ളത്തി സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കലത്തിനകത്ത് നമ്മുടെ മറ്റേ ഫിഷ് ട്രാപ്പിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് അതിൻ്റെ ഈ അറ്റ ആദ്യം നമുക്ക് ഈ ഒരു സ്ഥലത്ത് കെട്ടി വെക്കാം.
ഇവിടെ ഒരു സ്ഥലമുണ്ട്, സ്പോട്ടിങ്ങൊക്കെ അത് കിട്ടി വെക്കാം. നമ്മളൊരു വള്ളത്തി എടുത്തിട്ടുണ്ട്, നല്ല റെഡ് കളർ വള്ളത്തി. അതിൻ്റെ വാലിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ കോർത്ത് വെക്കണം. കണ്ട ഒക്കെ കണ്ട നൈസായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു വലിയ സൈസ് ചൂടൻ ചെമ്മീൻ. ഈ ചൂടനാണ് നമ്മൾ ചെമ്പല്ലിക്ക് ഇടാൻ ഏറ്റവും ബെസ്റ്റ്. ചെമ്പല്ലി, കാളാഞ്ചി, കൂരുവാള അതുപോലെയുള്ള സാധനങ്ങൾ ഈ സാധനത്തിൻ്റെ ആക്ടിവിറ്റി കാണാൻ നേരത്ത് പറന്ന് വന്ന് ഇടിക്കോട്ടുണ്ട്. നമ്മളൊരു പ്രതീക്ഷയുടെ പുറത്ത് കോർത്തിടുന്നതാണ്. കിട്ടുമോ എന്നൊക്കെ അറിയത്തില്ല. ഇതിൻ്റെ കോർക്കേണ്ട ഇടം എന്ന് എല്ലാവർക്കും അറിയില്ല. ഇതിൻ്റെ വാലിൻ്റെ സൈഡിലാണ് കോർക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ കോർത്ത് വെക്കുക. നല്ലൊരു ആക്ഷൻ ഉണ്ടാവും. കണ്ടോ, വെള്ളത്തിൽ നൈസൊരു ആക്ഷൻ ഉണ്ടാവും. നടന്ന് മിന്ത് കണ്ട. അതുകൊണ്ട് നമ്മൾ 2 ചൂടൻ ചെമ്മീനുണ്ട് നമുക്ക്. ബാക്കി വെള്ളത്തിയ ഐസ് നമ്മളിതേ ഒരു 10-18 ചൂണ്ട ഇട്ടിട്ടുണ്ട്. വെറുതെ ലാസ്റ്റത്തത് ഒരു ഇഷ്ടിക വെച്ച് കെട്ടി ഏകദേശം നടുക്കാക്കി ഇട്ടിട്ടുണ്ട്. വള്ളത്തി അത് തിരിച്ചു പോയി. മഴ ഇതാ തെങ്ങിൻ്റെ അപ്പുറം ഐസ് രാവിലെ ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 7-7 ആയിട്ടുണ്ട്. നമുക്ക് ആ ചൂണ്ട നോക്കാം. നമ്മുടെ നമ്മളിതൊക്കെ 8 അഴിച്ചിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശെ എടുത്ത് വെള്ളത്തിലേക്ക് വെക്കാം. പതിയെ പോയാൽ മതി, നിർത്തിയാൽ മതി. എന്നാൽ ഓടിക്കണ്ട. നമ്മളത് പള്ളത്തി മാത്രം. രണ്ടാമത്തതും പള്ളത്തി, മീനടിച്ചിട്ടില്ല, പള്ളത്തി മാത്രം. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മൂന്നാമത്തത് പള്ളത്തിയില്ല. നാലാമത്തത് പള്ളത്തിയില്ല. അഞ്ചാമത്തേലൊന്നുമില്ല. നമുക്കൊരു മരങ്ങൾ അടിച്ചിട്ടുണ്ട്. ഒരു ഹെവി സൈസ് മഞ്ഞൾ, ഒരു വലിയ സൈസ് മഞ്ഞൾ. നമ്മുടെ ഒരു അണ്ണനുമായിട്ടാണ് നമ്മൾ വലയെടുക്കാൻ നിൽക്കുന്നത്. അണ്ണൻ്റെ വള്ളമാണ്. നമ്മുടെ വള്ളം അക്കരയെ കൊണ്ടുപോയത് കാരണം അണ്ണനോടെ ഞണ്ട് പിടിക്കണമായിരുന്നു. ഇതാണ് രാഹി അണ്ണൻ. നോക്കിക്കണ്ണ, ഇതാണ് രാഹിയാണ്. അണ്ണൻ്റെ വള്ളത്തിലാണ് നമ്മൾ വന്നത്. നമുക്കൊരു മനഞ്ഞിലടിച്ച് വള്ളത്തിക്ക് ജീവനുണ്ട്, അതുപോലെ തന്നെ ഇരിക്കണം. നമുക്കൊരു മനഞ്ഞിൽ മാത്രമാണ് കിട്ടിയത്. എവിടെയത് മനഞ്ഞിലിനെ കാണിച്ചുതരാം. മനഞ്ഞിൽ സൈസായിരുന്നല്ലോ, ഇച്ചിരി വലിയ സൈസ് സാധനമാണ് കിട്ടിയേക്കുന്നത്. വേറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ക്യാമറ ഓഫായി പോയില്ലേ? 2-3 ഞണ്ട് കിട്ടിയെന്ന് പറഞ്ഞില്ലായിരുന്നു. വേറെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, 4 ഒരേ സൈസുള്ള ഞണ്ടാണെന്നല്ല കിട്ടിയത്. ഞണ്ടാണ് ശരിക്കും ചെറുതാണ്. 4 ഇതാണ് ഇന്നലെ കിട്ടിയത്. പക്ഷേ ഇത് പിടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മഴയായിരുന്നു. ആ ലാസ്റ്റ് പൊക്കിയ റിങ്ങിനകത്താണ് 4 കിട്ടിയത്. അപ്പോൾ നമ്മൾ ഞണ്ടിനെ കായലിലേക്ക് തന്നെ തിരിച്ചു വിടുവാണ്.
ചെറിയ ഞണ്ടായതുകൊണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞണ്ട് കിട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായി പോയത് കാരണം ഞാൻ പെട്ടെന്ന് ഓടിപ്പോന്നു, ക്യാമറയും ഓഫായിപ്പോയി. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്.